അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പിമ്പിൾസ് ഒക്കെ മാറാനായിട്ടുള്ള ഒരു സോപ്പിന്റെ വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പിമ്പിൾസ് ഒക്കെ മാറി സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവാനായിട്ടുള്ള ഒരു സോപ്പിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇന്ന് പോകുന്നത് നമ്മുടെ ചാർക്കോളിന്റെ സോപ്പ് ബേസ് വെച്ചിട്ടാണ്. ചാർക്കോൾ പൗഡർ വെച്ചിട്ടും ചെയ്യാം, നമുക്ക് ചാർക്കോളിന്റെ സോപ്പ് ബേസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ചാർക്കോൾ സോപ്പ് ബേസ്. ഇതിൽ ഓൾറെഡി ചാർക്കോൾ ആഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈ ബേസിന് ബ്ലാക്ക് കളറാണ്. ഇത് കണ്ടില്ലേ, നല്ലൊരു ബ്ലാക്ക് കളറാണ് നമ്മുടെ ബേസിന് വരിക കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ ചാർക്കോൾ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിൽ ചാർക്കോൾ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് നമുക്ക് സാധാ ഗ്ലിസറിന്റെ ബേസിലുള്ള ചാർക്കോളിന്റെ സോപ്പ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്യാം കേട്ടോ. ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തത്, നമ്മുടെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സോപ്പ് ബേസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസുകളായിട്ടാണ് 500 ഗ്രാം സോപ്പ് ബേസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു മോൾഡിലാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ മെൽറ്റായി റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഒരു 3 ഡ്രോപ്പോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 2 3. ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 5 ml ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ്. ഞാൻ ചാർക്കോൾ സോപ്പിലേക്ക് ഊതിൻ്റെ സ്മെല്ലാണ് കേട്ടോ കൂടുതൽ കൊടുക്കാറുള്ളത്. നല്ല ലാസ്റ്റ് ചെയ്യുന്നത് ഊതിൻ്റെ സ്മെല്ലാണ്. അപ്പം ഞാൻ ഊതിൻ്റെ സ്മെല്ലൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കുകയാണ്. വേറെ നമുക്കിതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ചാർക്കോള്. അപ്പം ഇനി നമുക്ക് നേരെ മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ. മുകളിലെ ബബിൾസ് മാറാനായിട്ട് ഇവിടെ നമ്മൾ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേ നമ്മള് മോൾഡിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റ് ആയി കിട്ടും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാർക്കോൾ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ചാർക്കോൾ സോപ്പിന്റെ ബേസ് വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ്, വെജിറ്റബിൾ ഗ്ലിസറിൻ, വൈറ്റമിൻ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് പാക്ക് ചെയ്ത് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോകണം സെയിലിന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടിപൊളി സോപ്പാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സോപ്പ്. അപ്പൊ നമ്മൾ ഈ മോൾഡിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മോൾഡ് വേണമെങ്കിലും മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങള് ലൈക്കുകളായിട്ട് നമ്മുടെ ലൈക്ക് ബട്ടണിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.